ഈ പ്രാർത്ഥന ആരുടേതാണെന്ന് ഓർമ്മയുണ്ടോ? റബ്ബന വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇത് നമ്മളിപ്പോൾ അല്ലെങ്കിൽ വിശ്വാസികൾ ഈ സമയത്ത് അഷ്ഹുറുൽ ഹജ്ജിലാണ് നമ്മളുള്ളത് അല്ലേ? റമദാൻ കഴിഞ്ഞ് ശവ്വാൽ മുതൽ ദുൽഹിജ്ജ വരെയുള്ള അല്ലെങ്കിൽ ദുൽഹിജ്ജ 10 വരെയുള്ള പീരീഡിനെ നമ്മൾക്ക് ഹജ്ജിൻ്റെ മാസങ്ങൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഹജ്ജിൻ്റെ മാസം എന്നല്ലല്ലോ. അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ആ മാസങ്ങളെ കുറിച്ചിട്ടാണ്. ഈ സമയത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി അനുസ്മരിക്കുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയോടൊപ്പം കഅബയുടെ നിർമ്മാണം നടത്തുന്നതിനിടയിൽ അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചതിന് ശേഷം നടത്തുന്ന കുറേ പ്രാർത്ഥനകൾ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്. അത് തുടങ്ങുന്നത് നിങ്ങൾക്കറിയാം. റബ്ബന തഖബ്ബൽ മിന്നാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന തുടങ്ങുന്നത്. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്വീകാര്യതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ റബ്ബിനോട് നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണിത്. റബ്ബന വബഅത് ഫീഹിം റസൂലൻ മിൻഹും. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, അവരിൽ നിന്നുള്ള ഒരു ദൂതനെ നിയോഗിക്കണമേ, ഒരു റസൂലിനെ നിയോഗിക്കണമേ എന്നാ പറഞ്ഞിട്ടുള്ളത്. ആ റസൂൽ നിർവഹിക്കുന്ന ദൗത്യം എന്താണ്, അല്ലെങ്കിൽ ദൗത്യം എന്താണ് എന്നതാണ്, നിർവഹിക്കേണ്ട ദൗത്യം എന്താണ് എന്നതാണ് അതിനോട് ചേർത്തുകൊണ്ട് ആ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതെന്താ? യത്ലു അലൈഹിം ആയാതിക്. ഒന്നതാണ്, ആയത്തുകളെ, നിന്റെ ആയത്തുകളെ അവർക്കുമേൽ തിലാവത്ത് നടത്തി കൊടുക്കുക എന്നതാണ് ആ റസൂല് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് വയുഅല്ലിമുഹും, തഅലീം നടത്തുക എന്നുള്ളതാണ്. തഅലീമാണ്. ഒന്ന് തിലാവത്തു ആയാത്തില്ല എന്നതാണ്, അള്ളാഹുവിൻ്റെ ആയത്തുകളെ തിലാവത്ത് നടത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് തഅലീമാണ്, പഠിപ്പിക്കുക എന്നതാണ്. എന്ത് പഠിപ്പിക്കുക എന്നുള്ളതാ? 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നല്ല, അൽ കിതാബ വൽ ഹിക്മത. അൽ കിതാബ വൽ ഹിക്മത, വേദഗ്രന്ഥം പഠിപ്പിക്കണം, അൽ ഹിക്മത്തും പഠിപ്പിക്കണം. യുക്തി എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം തൽക്കാലം. വേദഗ്രന്ഥവും യുക്തിയും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് രണ്ടാമത്തെ ആ റസൂലിന്റെ, ദൂതന്റെ ദൗത്യം എന്ന് പറയുന്നത്. എന്നിട്ട് മൂന്നാമത് പറയുന്നത് എന്താ? വയുസക്കിഹിം, അവരെന്ത് ചെയ്യണം? സംസ്കരിക്കുകയും വേണം. ഞാനിത് ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅത്ത് അല്ലെങ്കിൽ നിയോഗം എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, പറയാം. കേവലം ഒരു റസൂലിനെ നിയോഗിക്കുക എന്നത് മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ റബ്ബിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ റസൂലിന്റെ ദൗത്യം എന്തായിരിക്കണം എന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളൊരു ദൗത്യമല്ല, മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരൊക്കെ നടത്തിയിട്ടുള്ള ദൗത്യത്തിന്റെ തുടർച്ച തന്നെയാണത് എന്ന് ഖുർആൻ മറ്റിടങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം എന്തെന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ ഈ പറയുന്നതനുസരിച്ച് 3 സംഗതികളാണ്. ഒന്ന് തിലാവത്തു ആയാത്തില്ല, രണ്ടാമത്തേത് തഅലീമുൽ കിതാബി വൽ ഹിക്മ, മൂന്നാമത്തേത് അത്തസ്കിയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്തൊക്കെയാണ് 3 ദൗത്യങ്ങൾ? ഒന്ന് തിലാവത്തു ആയാത്തില്ല, 2 തഅലീമുൽ കിതാബി വൽ ഹിക്മ, മൂന്നാമത്തേത് അത്തസ്കിയ,
ഈ മൂന്ന് സംഗതികളാണ് ദൂതന്റെ റസൂലിന്റെ ദൗത്യമായിട്ട് ഇവിടെ മാത്രമല്ല കേട്ടോ. നിങ്ങൾക്ക് പിന്നെ സമാനമായ ആയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ പരിചിതമായ ആയത്തുകൾ ഉണ്ടാവും. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ജുമുഅയിലെ സൂറ ആലു ഇമ്രാനിലെ 164 വചനത്തിൽ അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയ മിന്നത്തിനെ കുറിച്ച് പറയുന്നിടത്ത്, അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അള്ളാഹു വിശ്വാസികൾക്ക് മിന്നത്ത് നൽകിയിരിക്കുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്, അനുഗ്രഹം നൽകിയിരിക്കുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. എപ്പോൾ? ഇദ് ബഅസ ഫീഹിം, അവരിൽ നിയോഗിച്ചുകൊണ്ട്, റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ. ആ റസൂൽ എന്താ ചെയ്യുന്നത്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഇവിടെ ആ സീക്വൻസിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും, ക്രമത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താ? തിലാവത്തു ആയാത്തില്ല തന്നെയാണ്. ആയത്തുകളെ തിലാവത്ത് നടത്തുക എന്നുള്ളതാണ് റസൂൽ ചെയ്യേണ്ടത്. ഒന്ന്. രണ്ടാമത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വയുസക്കിഹിം, ഏതാണ്? തസ്കിയത്ത് നടത്തുക എന്നുള്ളതാണ്. മൂന്നാമതാണ് ഏത് പറഞ്ഞിട്ടുള്ളത്? വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അൽ കിതാബും അൽ ഹിക്മയും അവരെ താലീം നടത്തുക, പഠിപ്പിക്കുക എന്നുള്ളത് പിന്നെയാണ്, മൂന്നാമതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ക്രമത്തിൽ ചെറിയൊരു വ്യത്യാസം ഇവിടെ ഉണ്ട് എന്നേ ഉള്ളൂ. ക്രമം മാറുന്നത് പിന്നെ ബോധപൂർവമാണ്. പരിശുദ്ധ ഖുർആനിൽ ഓരോ പദങ്ങളും ഓരോ സ്ഥലത്ത് ഉപയോഗിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടെയാണ് എന്നതുകൂടെ ഖുർആൻ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഈ ആയത്തിലും റസൂലിന്റെ ദൗത്യം പറയുന്നത് ഇതേ മൂന്ന് സംഗതികൾ തന്നെയാണ് എന്ന് കാണാൻ കഴിയും. ഇനി എന്താണ് ഈ തിലാവത്തു ആയാത്തില്ല എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ ആയത്തുകളെ തിലാവത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഒന്നാമത് പറഞ്ഞിട്ടുള്ളത്. രണ്ടിടത്തും ഒന്നാമത് പറഞ്ഞിട്ടുള്ളതാണ്. എന്താ തിലാവത്ത് എന്ന് പറഞ്ഞാൽ? പാരായണം ചെയ്യുക. തിലാവത്ത്, പാരായണം ചെയ്യുക. അതിന് വേറെ ഞാനിങ്ങനെ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഖുർആൻ പഠിതാക്കളായതുകൊണ്ടാട്ടോ. പ്രസംഗിക്കാൻ വിളിച്ചാൽ നിങ്ങൾക്ക് പ്രസംഗിച്ച് പോയാൽ പോരെ എന്നൊന്നും ചോദിക്കരുത്. ഞാൻ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. അതിന് മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം. ഇങ്ങനെ വർത്തമാനം പറയാനേ അറിയുള്ളൂ. പിന്നെ തിലാവത്ത് എന്ന് പറഞ്ഞാൽ പാരായണം. തല എന്ന പദമോ അതിൻ്റെ മറ്റേതെങ്കിലും രൂപമോ നിങ്ങൾക്ക് ഖുർആനിൽ വന്നിട്ടുള്ള വേറെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് എടുത്തുദ്ധരിക്കാൻ കഴിയോ? തല, യത്ലു. സൂറത്തു ഷംസിൽ വന്നിട്ടുള്ളത് എങ്ങനെ? വശംസി വദ്ദുഹാഹ വൽ ഖമരി ഇദാ തലാഹ. ഒന്ന് അർത്ഥം പറയാവോ? വശംസി, സൂര്യൻ തന്നെയാണ് സത്യം. വദ്ദുഹാഹ, അതിന്റെ ദുഹയും തന്നെയാണ് സത്യം. ദുഹ എന്താണ് എന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതായിരിക്കും. അതുകൊണ്ട് ആ ഭാഗം വിശദീകരിക്കുന്നില്ല. പിന്നെ പറയുന്നത്, പിന്നെ അള്ളാഹു സാക്ഷി നിർത്തുന്നത് സൂര്യനെയല്ല, പിന്നെയോ വൽ ഖമരി, ചന്ദ്രനെ തന്നെയാണ് സത്യം. ഖമറിനെയാണ് സാക്ഷി നിർത്തുന്നത്. ഖമറിന്റെ ഏത് അവസ്ഥയെയാണ് സാക്ഷി നിർത്തുന്നത്? ഇദാ തലാഹ, അത് അതിനെ അഥവാ സൂര്യനെ, ഷംസിനെ എന്ത് ചെയ്യുമ്പോൾ? തിലാവത്ത് നടത്തുമ്പോൾ. അങ്ങനെ തന്നെയാണ് അവിടെയും വന്നിട്ടുള്ളത്. ചന്ദ്രൻ സൂര്യനെ തിലാവത്ത് നടത്തുമ്പോൾ. തിലാവത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനിവിടെ പിന്തുടരുക എന്നൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. സൂര്യൻ എങ്ങനെ, ചന്ദ്രൻ എങ്ങനെയാണ്, ഖമർ എങ്ങനെയാണ് ഷംസിനെ തിലാവത്ത് നടത്തുന്നത്? ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ഖമർ എന്ത് ചെയ്യുന്നു, ഷംസിനെ തിലാവത്ത് നടത്തുന്നു. നമ്മൾ അർത്ഥം പറഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ സൂര്യനെ പിന്തുടരുന്നു. പക്ഷെ നമ്മളുടെ പഠനം, ഖുർആൻ പഠിതാക്കൾ എന്നുള്ള നിലക്ക് ആ അർത്ഥത്തിൽ സംതൃപ്തരാകാതിരിക്കുക എന്നതാണ്
നമ്മൾ ചെയ്യേണ്ട സംഗതി. എന്ന് പറഞ്ഞാൽ എന്താണ് അത്? ചന്ദ്രൻ സൂര്യനെ പിന്തുടരുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചന്ദ്രന്റെ ഏത് സിഫത്തിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിലൂടെ എന്നത് ആലോചിക്കുകയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഖുർആൻ പഠനം എന്ത് ചെയ്യുന്നത്? പൂർണ്ണമാകുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് റൗദത്ത് പഠിക്കുന്ന സമയത്ത് അവിടെ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടായിരുന്ന ചില ടീച്ചർമാരും ഫറൂഖ് കോളേജിൽ ഉണ്ടായിരുന്ന ചില പ്രൊഫസർമാരും പങ്കെടുക്കുന്ന ഒരു ഖുർആൻ ക്ലാസ്സിൽ സൂറത്തുൽ ഫുർഖാനിലെ ഒരു ആയത്ത് എടുക്കുന്ന സമയത്ത് അതിൽ വരുന്നൊരു പദമുണ്ട്, ബുറൂജ് എന്ന് പറയുന്നത്. ആകാശത്തിലുള്ള ബുറൂജ്. എന്താ ആകാശത്തിലുള്ള ബുറൂജ് എന്ന് പറഞ്ഞാൽ? രാശിമണ്ഡലങ്ങൾ. അപ്പൊ ഇതിവിടെ പോയി പറഞ്ഞു കൊടുക്കണമല്ലോ, സദസ്സിന്റെ മുന്നിൽ പോയി പറഞ്ഞു കൊടുക്കണമല്ലോ. രാശിമണ്ഡലങ്ങളുള്ള ആകാശം എന്ന് പറയണമെങ്കിൽ അവർ തിരിച്ചു ചിലപ്പോൾ ചോദിക്കും എന്താണ് ഈ രാശിമണ്ഡലങ്ങൾ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ തഫ്സീർ എടുത്ത് നോക്കിയപ്പം അമാനി മൗലവിയുടെ തഫ്സീറിൽ ആ രാശിമണ്ഡലങ്ങൾ എന്താണ് എന്നതിനൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്താ അറിയോ നമുക്ക്? തഫ്സീറിൽ കൊടുത്തിരിക്കുന്ന പദം ഇങ്ങനെയാണ്: സൂര്യൻ സഞ്ചരിക്കുന്ന നക്ഷത്രമണ്ഡലങ്ങൾക്കാണ് എന്ത് പറയുക? രാശിമണ്ഡലങ്ങൾ എന്ന് പറയാം. ഞാനതിങ്ങനെ വായിച്ചപ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്ന നക്ഷത്രമണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ നക്ഷത്രമണ്ഡലങ്ങളിലൂടെ എങ്ങനെയാ സഞ്ചരിക്കുന്നത്? ഞാൻ ആകെ ബേജാറായി. ആളുകൾ ഇത് തിരിച്ചു ചോദിച്ചാലോ, നമ്മൾ പിന്നെ സൂര്യൻ ഇങ്ങനെ നിൽക്കുകയാണ്, അല്ല സഞ്ചാരമില്ല എന്നല്ല, സഞ്ചാരം പിന്നെ അതിൻ്റെത് നക്ഷത്രമണ്ഡലങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, അത് ഒന്നിച്ചുള്ള ഒരു സഞ്ചാരമാണ്, അതും അതിന് ചുറ്റുമുള്ളത്. എന്നാൽ നക്ഷത്രമണ്ഡലങ്ങളിലൂടെ സൂര്യൻ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്ന് പ്രത്യേകിച്ച് പഠിക്കുന്ന ആളുകൾ ചോദിച്ചാൽ മറുപടി പറയണല്ലോ. അപ്പോ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഉത്തരം കിട്ടാതെ തികച്ചും അസംതൃപ്തനായിക്കൊണ്ട് ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്താണ് നിങ്ങൾക്ക് വളരെ പരിചിതനായ ഷബീബ് പന്നിക്കോട്, അന്ന് ഫറൂഖ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷബീബ് പന്നിക്കോട് ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് നടന്നു വരുന്നത്. ഫിസിക്സ് പഠിക്കുന്ന ആളാണ്, അത്യാവശ്യം ആസ്ട്രോഫിസിക്സിൽ നല്ല താല്പര്യമുള്ള ആളാണ് എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെറിയൊരു പ്രശ്നത്തിലാണ്. ബുറൂജ് എന്ന പദത്തിന്റെ അർത്ഥം പറയണം. ബുർജ് എന്നതിന്റെ ബഹുവചനമാണ് ബുറൂജ്. അതിന് മലയാളത്തിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് രാശിമണ്ഡലങ്ങൾ എന്നാണ്. രാശിമണ്ഡലങ്ങൾ എന്നതിന് വിശദീകരണം നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത് സൂര്യൻ സഞ്ചരിക്കുന്ന നക്ഷത്രമണ്ഡലങ്ങൾ എന്നാണ് അതിന് വിശദീകരണം കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ എന്ന് ചോദിച്ചപ്പോൾ അവൻ ആദ്യം ചോദിച്ചു, എൻ്റെ അടുത്ത് ഒരു പെന്നും പേപ്പറും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പെന്നും പേപ്പറും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പെന്നും പേപ്പറും എടുത്തിട്ട് പിന്നെ ഇങ്ങനെ വരയ്ക്കാണ്. ഇത് ഭൂമിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ പകലാണെങ്കിൽ നീ ആകാശത്ത് കാണുന്ന ആരെയായിരിക്കും? സൂര്യനെ ആയിരിക്കും. ആ ഭാഗത്ത് നക്ഷത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവിടെ നക്ഷത്രങ്ങൾ ഉണ്ട്, പക്ഷെ സൂര്യന്റെ വെളിച്ചത്തിൽ നിനക്കത് കാണാൻ കഴിയുന്നില്ല. രാത്രിയായാലോ നീ നക്ഷത്രങ്ങളെ കാണും. ഏത് നക്ഷത്രങ്ങളെ കാണും? പകല് സൂര്യന്റെ കൂടെ ഉണ്ടായിരുന്ന നക്ഷത്രങ്ങളെയാണോ കാണുക? അല്ല, ഓപ്പോസിറ്റ് സൈഡിലുള്ള നക്ഷത്രങ്ങളെയാണ് കാണുക. ആ പകല് നീ പകലായിരുന്നപ്പം നക്ഷത്രങ്ങളുടെ സൂര്യന്റെ കൂടെ ഉണ്ടായിരുന്ന നക്ഷത്രങ്ങളെ നീ കാണുമോ? ഇനി കാണും. അതിന് ഭൂമി എന്ത് ചെയ്യണം? അടുത്ത ഒരു ഭാഗത്തേക്ക് ഭൂമി ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടല്ലോ, അടുത്ത ഭാഗത്തേക്ക് എത്തുമ്പം നീ എന്ത് ചെയ്യും? രാത്രിയിൽ ആ നക്ഷത്രങ്ങളെ കാണും. പക്ഷെ ആ സമയത്ത് പകലാകുമ്പം നേരത്തെ കണ്ടിരുന്ന ചില നക്ഷത്രങ്ങളെ നീ കാണാതിരിക്കും. ഞാനിങ്ങനെ വിശദീകരിക്കാൻ മെനക്കെട്ട ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. അത് നിങ്ങൾക്ക് സ്ലൈഡ് വെച്ച് കാണിച്ചു തന്നാൽ ചിലപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഞാനത് പറയാൻ വേണ്ടിയിട്ടല്ല, അതെൻ്റെ വിഷയത്തിൽ പെട്ടതല്ല. ഞാൻ ഖുർആൻ എങ്ങനെ പഠിക്കണം എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോ മാസവും നമ്മൾ കാണാതിരിക്കുന്ന ഓരോ നക്ഷത്ര കൂട്ടങ്ങളുണ്ട് ഭൂമിയുടെ സഞ്ചാരത്തിനനുസരിച്ച്. നമ്മളിത് കാണാതിരിക്കുന്നത് എന്താ വെച്ചാൽ ആ കൂട്ടത്തിലാണ് ആ സമയത്ത് നക്ഷത്രങ്ങൾ ഉള്ളത് എന്നതാണ്. സൂര്യൻ ആ നക്ഷത്രക്കൂട്ടങ്ങളിലാണ് ആ സമയത്തുള്ളത് എന്ന. ഈ മാസം പകലാകുന്ന സമയത്ത് സൂര്യന്റെ കൂടെയുള്ള നക്ഷത്രങ്ങളെ അല്ല അടുത്ത മാസം നമ്മൾ കാണാതിരിക്കുന്നത്. കാരണം ഭൂമിയുടെ സ്ഥാനം മാറി, അപ്പോൾ സൂര്യൻ മറ്റൊരു നക്ഷത്രക്കൂട്ടത്തിലേക്ക് പോയതായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് രാശിമണ്ഡലങ്ങൾ എന്ന് പറഞ്ഞു. എനിക്ക് സമാധാനായി. അപ്പൊ എന്താണ് രാശിമണ്ഡലങ്ങൾ എന്ന് വിശദീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലൊരു സമാധാനം. പക്ഷെ പിന്നീട് അന്ന് ഞാനത് വിശദീകരിച്ചു കൊടുത്തു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ തോന്നി,
ഈ രാശിമണ്ഡലങ്ങളാണ് ബുർജ് എന്നതിനിപ്പം എന്താ തെളിവുള്ളത്? ബുർജ് എന്ന് പറഞ്ഞാൽ എന്താ? വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, മരണം നിങ്ങളെ പിടികൂടും എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയായിരുന്നാലും അതിശക്തമായി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ബുർജുകളിലായിരുന്നാലും ശരി. എന്ന് പറഞ്ഞാൽ ബുർജ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും സുരക്ഷിതമാണ് എന്ന് കരുതി അവൻ കെട്ടിയുണ്ടാക്കുന്ന കോട്ടകൾക്കാണ് എന്ത് പറയാ? ബുർജ് എന്ന് പറയാ. ആ അർത്ഥത്തിലാണെങ്കിൽ ആകാശങ്ങളിൽ എന്തുണ്ട്? അങ്ങനെ അതിസുരക്ഷിതമായ ചില കോട്ടകളുണ്ട് എന്നായിരിക്കണം ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി നോക്കി നിങ്ങള്, ഇത് ഖുർആനിൽ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുള്ളത് നമ്മൾക്ക് പരിചിതമായ ഒരിടത്താണ്. വസ്സമാഇ ദാത്തിൽ ബുറൂജ്, ബുർജുകളുള്ള ആകാശം തന്നെയാണ് സത്യം. ഖുർആൻ ആ സത്യം പറഞ്ഞത് ഏത് വിഷയം പറയുമ്പോഴാണെന്നറിയാവോ നിങ്ങൾക്ക്? വിശ്വാസികളായ ആളുകളെ ചുട്ടുകളഞ്ഞ അധികാരമുണ്ട് എന്നതിൻ്റെ ഹുങ്കിൽ, ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതിൻ്റെ ഹുങ്കിൽ, ഞങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ പടയുണ്ട്, പട്ടാളമുണ്ട്, ഞങ്ങൾ സുരക്ഷിതമായ കോട്ടകളിലാണ് എന്നത് നൽകുന്ന ധൈര്യവും അഹങ്കാരവും വിശ്വാസികളുടെ മേൽ, അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ വിശ്വാസികളെ അതിക്രൂരമായി ശിക്ഷിക്കാനും അവരെ തീയിലിടാനും പ്രേരിപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് താക്കീത് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നിടത്താണ് നിങ്ങൾ സുരക്ഷിതമായിരിക്കാൻ ഉണ്ടാക്കുന്ന കോട്ടകളെക്കാൾ വലിയ ബുർജുകൾ എവിടെയുണ്ട്? ആകാശത്തുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ് തുടങ്ങുന്നത്. സൂറത്തുൽ ബുറൂജ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ ബുർജ് എന്തായിരിക്കും? ആകാശങ്ങൾ ബുർജുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ അതിസുരക്ഷിതമായ ഇടങ്ങളുണ്ട് എന്നായിരിക്കും ആ പറഞ്ഞത് എന്ന് കുറച്ചുകൂടെ ആലോചിക്കുമ്പോൾ എങ്ങനെ തോന്നി. ഞാൻ പറഞ്ഞത് നമ്മളുടെ ഖുർആനിന്റെ പഠനം എങ്ങനെയായിരിക്കണം എന്നതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രം കേട്ടോ. ഇപ്പൊ തലാന്ന് പറഞ്ഞാൽ പിന്തുടർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നമ്മൾ സംതൃപ്തരാവരുത്. എന്താണ് ചന്ദ്രൻ സൂര്യനെ പിന്തുടരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം? അത് ചന്ദ്രന്റെ ഏത് ചലനത്തെക്കുറിച്ചാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ചന്ദ്രന്റെ ഏത് സിഫത്തിനെ കുറിച്ചാണ് അത് പറഞ്ഞത് എന്നാലോചിക്കുന്നിടത്താണ് നമ്മളൊരു യഥാർത്ഥ ഖുർആൻ പഠിതാവാകുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ചന്ദ്രൻ സൂര്യനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു, അതിന്റെ ബാക്കിൽ ഇങ്ങനെ ചന്ദ്രൻ പോകുന്നു, അങ്ങനെയാണോ? അങ്ങനെ ഒരു മൂവ്മെന്റ് അതിനുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ പിന്തുടരുന്നു എന്ന് പറഞ്ഞ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞല്ലോ ചന്ദ്രൻ സൂര്യനെ പിന്തുടരുന്നു, തിലാവത്ത് നടത്തുന്നു എന്ന് പറഞ്ഞാൽ പിന്തുടരുന്നു എന്നാണെന്ന്. എന്തിനെ പിന്തുടരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്? ചന്ദ്രൻ സൂര്യനെ കൃത്യമാണല്ലോ, ഖുർആന പറഞ്ഞത് കൃത്യമാണല്ലോ. വൽ ഖമരി ഇദാ തലാഹ. അപ്പൊ അവിടെ എങ്ങനെ എന്തോന്ന് നടക്കുന്നുണ്ടല്ലോ, ഖമർ തിലാവത്ത് നടത്തുന്നുണ്ട്. ആരെ? സൂര്യനെ. അപ്പൊ അതെന്തായിരിക്കും? അതെന്തിലായിരിക്കും? വെളിച്ചത്തിലായിരിക്കാനാണ് സാധ്യത എന്നതാണ് പിന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സൂര്യനും ചന്ദ്രനും വെളിച്ചത്തിന്റെ വിഷയത്തിലുള്ള ബന്ധം? സൂര്യൻ സ്വയം പ്രകാശിക്കുന്നതാണ്, ചന്ദ്രനോ? സൂര്യനിൽ നിന്ന് വെളിച്ചത്തെ സ്വീകരിച്ച് പ്രതിഫലിപ്പിക്കുക എന്നതാണ് ചന്ദ്രൻ ചെയ്യുന്നത്. അപ്പൊ ചന്ദ്രന്റെ ഇപ്പണിയെക്കുറിച്ചാണോ തിലാവത്തുൽ ഖമറിൽ ശംസ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ആയിരിക്കാം. അപ്പോ ആയത്തുകളെ തിലാവത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആയത്തുകളെ തിലാവത്ത് നടത്തുക എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ആയത്തുകളെ തിലാവത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അതിന്റെ അർത്ഥം? ആയത്തുകളെ നമ്മിലേക്ക് എടുത്തു വെച്ചിട്ട് നമ്മളിൽ നിന്ന് അതെന്ത് ചെയ്യണം? പ്രതിഫലിക്കണം എന്നതായിരിക്കണം അതിന്റെ അർത്ഥം. ക്ലിയർ ആണോ? ഇവിടെ നിൽക്കുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് സുഖാണ്, ഖുർആനിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഇതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം കേട്ടോ, എന്നാലേ നിങ്ങളുടെ ജീവിതം നന്നാവുള്ളൂ കേട്ടോ, അങ്ങനെ നന്നായാലേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഇതാ ഈ ഖുർആനിലുള്ളതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം എന്ന് വാള് പറഞ്ഞു തരാൻ എളുപ്പാ.
പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിരിക്കുന്ന ദൗത്യം അതല്ല. പിന്നെ എന്താ ചെയ്തിട്ടുള്ളത്? തിലാവത്താണ് ചെയ്തിട്ടുള്ളത്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ ആ ആയത്തുകളെ ഖുർആനിൽ നിന്ന് ഒരു ടോർച്ചിൽ നിന്ന് വെളിച്ചം മുന്നിലുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത് പോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ആ വെളിച്ചത്തെ, ആയത്തുകളിലെ വെളിച്ചത്തെ സ്വന്തത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആ വെളിച്ചം പ്രസരിച്ചിട്ടുള്ളത് ആ ഖുർആനിൽ നിന്ന് നേരിട്ടല്ല. പിന്നെയോ സ്വന്തത്തിൽ നിന്നാണ്. ഇതിനെയാണ് എന്ത് പറയാ? തിലാവത്ത് എന്ന് പറയാ. നിങ്ങൾക്ക് മനസ്സിലായോ എന്താ തിലാവത്ത് എന്ന് പറയുന്നത്? ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗം ശ്രദ്ധിച്ചു നിങ്ങൾ. റസൂലൻ മിൻ അൻഫുസിഹിം, ദൂതനെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ പ്രാർത്ഥിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാ. വബഅസ് ഫീഹിം റസൂലൻ മിൻഹും എന്ന അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കണമേ എന്നാ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയ മിന്നത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഖുർആൻ പറഞ്ഞിട്ടുള്ളത് റസൂലൻ മിൻ അൻഫുസിഹിം എന്നാണ്. അവരിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യരുടെ അതേ സ്വഭാവമുള്ള അതേ സവിശേഷതകളുള്ള ഒരു മനുഷ്യനെ തന്നെയാണ് അള്ളാഹു ദൂതനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നതാ അല്ലേ? എന്തുകൊണ്ടാ അങ്ങനെ? അള്ളാഹുവിനൊരു സന്ദേശം കൈമാറാനാണെങ്കിൽ ഒന്നുകിൽ ഓരോരുത്തർക്കും നേരിട്ട് ലഭിക്കാവുന്ന രൂപത്തിൽ നൽകാൻ കഴിയാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ മലക്ക് മുഖേന ഓരോരുത്തർക്കും സന്ദേശം നൽകാൻ കഴിയാഞ്ഞിട്ടാണോ? മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അവർ അങ്ങനെയും പറഞ്ഞാൽ പോരാ, മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നല്ല, ഏതൊരു സമൂഹത്തോടാണോ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത്, അതേ സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ അള്ളാഹു അവർക്ക് ദൂതനായി തെരഞ്ഞെടുത്തു കൊടുക്കുന്നത് എന്തിനാ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള, നിങ്ങളെപ്പോലെ വികാരങ്ങളുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയല്ല ചെയ്യുന്നത്. ആ സന്ദേശങ്ങളെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യന് പ്രായോഗികമായ നിയമങ്ങളാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്നത് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്, ദൂതനെ തെരഞ്ഞെടുത്തയച്ചിട്ടുള്ളത്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ. പല നിലക്കും അതിന് അർത്ഥം പറയാറുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? അപ്രകാരം നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു. നിലപാടുകളിലുള്ള മധ്യമമായ അവസ്ഥയാണ് അതിന് എന്ന് വിശദീകരണം നൽകാറുണ്ട്. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി വായിച്ചു നോക്കി. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എന്താ വരുന്നത്? ലിതകൂനു ശുഹദാ അലന്നാസ്. എന്തിനു വേണ്ടിയിട്ടാ നിങ്ങളെ മധ്യമ സമുദായമാക്കിയിട്ടുള്ളത്? നിങ്ങൾ എന്ത് ചെയ്യണം? ജനങ്ങൾക്ക് ഷാഹിദുകളാകണം, മാതൃകകളാവണം. പിന്നെയോ വയകൂന റസൂലു അലൈക്കും ഷഹീദ. റസൂല് നിങ്ങൾക്ക് ഷാഹിദാവണം, റസൂല് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? മാതൃകയാവണം. അപ്പൊ നിങ്ങൾ എവിടെയുള്ളത്? നടുക്കാണുള്ളത്, വസത്തിലാണുള്ളത്. അപ്പുറത്ത് ആരുണ്ട്? ജനങ്ങളുണ്ട്. ജനങ്ങൾക്കാര് സാക്ഷിയാകണം? നമ്മൾ സാക്ഷിയാകണം. നമ്മൾക്കാര് സാക്ഷിയാകണം? റസൂല് സാക്ഷിയാകണം. റസൂലിൽ നിന്ന് മാതൃക സ്വീകരിച്ച് ജനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ട, ജനങ്ങൾക്കും റസൂലിനും ഇടക്കുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ. ഇത് പ്രയോഗവൽക്കരിച്ച് കാണിക്കുക എന്നതാണ് റസൂലിന്റെ ദൗത്യം. റസൂലിന്റെ ആ ദൗത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അഥവാ ഖുർആനിനെ
തിലാവത്ത് നടത്തുക എന്നുള്ളത്. അങ്ങനെ തിലാവത്ത് നടത്താതെ നമ്മൾക്ക് നമ്മളെ സംസ്കരിക്കാൻ കഴിയില്ല, മറ്റുള്ളവരെയും സംസ്കരിക്കാൻ കഴിയില്ല.